ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലുള്ള അന്വേഷണത്തിൽ ഇടപെടാനില്ലെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ വിചാരണ കോടതി എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അന്വേഷണത്തിൽ ഇടപെടാനാകില്ല. നിലവിലെ അന്വേഷണം കോടതി മേൽനോട്ടത്തിലാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിനെ കുറിച്ചുള്ള പൊതുധാരണകളല്ല കോടതിയുടെ പരിഗണനയിലുള്ളതെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ഹർജി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SIT കോടതിയിൽ. ഹൈക്കോടതിയിലാണ് SIT അപ്പീൽ നൽകിയത്. വിചാരണ കോടതി പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട SIT തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടെന്നും അപ്പീലിൽ പറയുന്നു. 2 കേസുകളിലെയും ജാമ്യം റദ്ദ് ചെയ്യണമെന്നാണ് ആവശ്യം. തന്ത്രിക്കെതിരെ തെളിവുകൾ ഇല്ലെന്ന വിചാരണ കോടതി പരാമർശങ്ങൾ പൂർണ്ണമായും നീക്കണമെന്നും അപ്പീലിൽ SIT ആവശ്യപ്പെടുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് തന്ത്രി രാജീവ് കണ്ഠരര് നടത്തിയത്. ശബരിമല യുവതി പ്രവേശനത്തെ എതിർത്തതിൽ സർക്കാരിനുള്ള വൈരാഗ്യമാണ് അറസ്റ്റിന് പിന്നിലെന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷയിൽ വാദിച്ചത്. ആചാരങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ എതിർത്തതിൽ ഭരണകക്ഷിയിലെയും പോലീസിലെയും ഉന്നതർക്ക് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന തന്ത്രിയുടെ വാദം ജാമ്യ ഉത്തരവിലുണ്ട്.